നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഭാഗവതർ ഇടുന്നത് പട്ടുകുല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാഗവതർ ഭയങ്കര ദേഷ്യത്തിലാണ്, രുദ്രതാണ്ഡവുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മേളിൽ ഗുണ്ടിടും എന്ന് പറഞ്ഞ് മിരട്ടുന്നു. പിന്നെ മേളിൽ ഇടും എന്ന ഒരു പേടിയിൽ സ്വർണം കയറി എവിടെയോ പേടിക്കുന്നു. 16,860 ആണ് 22 ക്യാരറ്റ് ഗോൾഡ്. 4 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 16,211. ഇത് 17,000 ക്രോസായി 22 ക്യാരറ്റ് ഗോൾഡ്. ഒരു ക്യാരക്ടർ 16,000 എന്ന് നോക്കുവാണെങ്കിൽ 17,000 ക്രോസായി ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പർ എൻഡ് ഓഫ് ദി റേഞ്ചിലാണ് ഇരിക്കുന്നു. ഇപ്പോൾ ഇടുവാണെങ്കിൽ ഇന്നും കുറച്ച് കയറാൻ്റെ ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് 9072 ഇരിക്കുന്നു. പെട്ട RBI പിടിച്ചു വച്ചിരിക്കുന്നു. വെള്ളിയുടെ വില കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഒരാളായിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ നന്നായിട്ടുണ്ട്. സോ നമ്മളെ ഗോൾഡ് കോൾ വളരെ സൂപ്പറാണ്. ഇപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മൾ ട്രംപ് ഭാഗവതറിൻ്റെ ാണ്. ഇപ്പോൾ നമ്മളെ ട്രംപ് ഭാഗവതർ എന്തു പറയുന്നു എന്നാൽ, സുപ്രീം കോർട്ട് പറഞ്ഞ് എന്താണെന്ന് ഞാൻ കേൾക്കേണ്ടത്. ആദ്യം ഒരു 10% ടാരിഫ് ഇട്ടായിരുന്നു, ഇപ്പോൾ ഒരു 15% ടാരിഫ് ഇട്ടിരിക്കുന്നു. എല്ലാവരുടെ എന്ത് പറയുന്നു എന്നാൽ, ഈ ചട്ടപുസ്തകത്തിന് എല്ലാവരും തിരിച്ച് പറക്കി നോക്കുക എന്നാണ് പറയുന്നു. ഇതെങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെയെങ്കിലും ടാരിഫിന് ഞാൻ തിരികെ ഇടും എന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ആള്. ഈ 15% ടാരിഫ് ഈ കാര്യത്തിൽ നടപ്പിലാകത്തില്ല എന്നാണ് പറയുന്നു. നാടുകളൊക്കെ എന്ത് പറയുന്നു എന്നാൽ, ഈ സുപ്രീം കോർട്ട് പറഞ്ഞതിന് കുറച്ച് കാത് കൊടുത്ത് കേൾക്കാൻ പറയുന്നു. മൊത്തത്തിൽ ടോട്ടലായിട്ട് ട്രേഡ് തന്നെ കൺഫ്യൂഷനായിട്ടാണ് ഇരിക്കുന്നു. കസ്റ്റംസ് വന്നിട്ട് ടാരിഫ് ഇടുന്നത് നിർത്തിയിരിക്കുന്നു. പോട്ട ടാരിഫിനൊക്കെ തിരികെ എടുക്കാൻ പറയുന്നു. വാങ്ങിയ ടാരിഫിനൊക്കെ തിരികെ കൊടുക്കാൻ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് കോർപ്പറേറ്റ്സും ഇമ്പോർട്ട് ചെയ്തവരും പറയുന്നത്. പക്ഷെ മെറ്റീരിയൽ വാങ്ങിയവരൊക്കെ കാശ് ആൾറെഡി കൊടുത്തിരിക്കും. കാശ് എൻഡ് യൂസറിന് പോകുമോ അല്ലെങ്കിൽ കോർപ്പറേറ്റർ കയ്യിൽ നിൽക്കുമോ എന്ന് അറിയുന്നില്ല. ഇത് കാരണം ഇപ്പോൾ ഇതൊരു ടോട്ടൽ കൺഫ്യൂഷനാണ്. ഇതിൽ എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ, കോമേഴ്സ് സെക്രട്ടറി എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ, ഈ സൈഡിൽ ടംപാക്ക് വന്നിട്ട് അകത്ത് തന്നെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ആ സൈഡിലൊക്കെ ഈ ടാരിഫ് കെട്ടിയവർക്കൊക്കെ ബോണ്ടൊക്കെ വിറ്റിരിക്കുന്നു. വരുമോ വരില്ല എന്ന്. പിന്നെ അതിനെ ഒരു ഡിസ്കൗണ്ടിൽ വാങ്ങിയിരിക്കുന്നു. $100 ബോണ്ടിനെ ഒരു 30 സെൻറ്റ് 40 സെൻറ്റിനാണ് വാങ്ങിയിരിക്കുന്നു. ജഡ്ജ്മെൻറ്റ് ഇവരെ ഫേവറിൽ വന്ന ഉടനെ ഇപ്പോൾ 80-90 എന്ന് പോയിരിക്കുന്നു. തന്നെ ഒരു കാശാണ്. ഈ സൈഡിൽ ട്രംപിന് ജാൽഡ്ര, ആ സൈഡിൽ ട്രംപ് സുപ്രീം കോർട്ടിൽ തോർക്കുമെന്ന് ബെറ്റ്. ഇതിൽ അവർക്ക് പേ ഓഫ് ആയി. പിന്നെ അവരും അത് കാരണം ഖുഷിയായിട്ടുണ്ട്. ഈ കോമേഴ്സ് കാശ് നിർത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ഇങ്ങനെ തന്നെ ഒരു സൈഡ് മിനിസ്റ്ററൊക്കെ കാശ് ചെയ്തുകൊണ്ടേയിരിക്കും. ബെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പുഷ് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയെ പുറത്തു മട്ടിൽ ട്രംപ് എന്തെങ്കിലും പറയുവാണെങ്കിൽ സറണ്ടർ നരേന്ദർ എന്നാണ് കഥ. അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 18% തന്നെ ടാരിഫ്. അമേരിക്കയ്ക്ക് ടാരിഫ് ഇല്ല. അഗ്രികൾച്ചർ ഗുഡ്സിനെ നിങ്ങൾ എത്ര വേണമെങ്കിലും ഇറക്കും. ഇതാണ് ബേസിക് ഡീലിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോർട്ട് റൂളിങ്ങിന് നോക്കിയുണ്ട് നമ്മൾ ആൾക്കാർ ഇത് തന്നെ ചാൻസ് എന്ന്. ഇതിൽ നിങ്ങൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ നോ ഡീൽ എന്ന് പറഞ്ഞിട്ടാണ് പ്ലെയിനിലേറി ഓടി വന്നിരിക്കുന്നു. ഇത്ര ദിവസം DVD ബെറ്റ് കത്തിയതൊക്കെ വേസ്റ്റായി പോയി. ട്രേഡ് ഡീലേ അവിടെ ഇല്ല. സോ ഇത് കാരണം എന്താകും എന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. ഈ സമയം കൊണ്ട് അൺസർട്ടനിറ്റി കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ട്രംപ് ആഗോദറിൻ്റെ ന്യൂസ് ഇടുവാണെങ്കിൽ ഗോൾഡ് ഇന്നും കയറും. ഇതിനതിന് ഇന്നുള്ള മുഖ്യ വാർത്തകളൊക്കെ നോക്കാം. നമ്മൾ IDFC ഫസ്റ്റ് ബാങ്ക്, അതായത് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബാങ്കിൽ 4 എംപ്ലോയീസും ഹരിയാന ഗവൺമെൻറ് എംപ്ലോയീസും ചേർന്ന് 590 കോടിന് അടിച്ചിരിക്കുന്നു. അതായത് അവർ തന്നെ ചെക്ക് ബുക്കും റെഡി ചെയ്ത്, അവർ തന്നെ ഇൻസ്ട്രുമെൻ്റ് റെഡി ചെയ്ത് കാശിനെ തേർഡ് പാർട്ടി അക്കൗണ്ടിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. വൈദ്യനാഥൻ ചെറിയ കൊടുത്തു. 590 കോടി ഓൾറെഡി ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു 4 എംപ്ലോയീസ്, അതിൻ്റെ ഒപ്പം തേർഡ് പാർട്ടീസും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അവരൊക്കെ ചേർന്നാണ് പറ്റിച്ചിരിക്കുന്നു. ഞങ്ങൾ റിക്കൺസൈൽ ചെയ്യുന്ന സമയം തന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു. ഇത് വൺ ഓഫ് ദി ഇൻസിഡൻറ്റ് ഇൻ ചണ്ഡീഗഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തെങ്കിലും ഒരു എമൗണ്ട് റിക്കവർ ആകാനും ചാൻസസ് ഒരുപാടുണ്ട്. തേർഡ് പാർട്ടി അക്കൗണ്ട് എവിടെയൊക്കെ ട്രാൻസ്ഫർ ആയിരിക്കുന്നു, അവിടെയൊക്കെ പണം ഇരിക്കുന്നു, അവിടെയൊക്കെ റീഡ് മാർക്ക് ചെയ്തിരിക്കുന്നു. പോലീസ് കേസാവും. ഇതിൽ നിന്ന് എത്രയാണ് റിക്കവറി ചെയ്യാൻ പറ്റുമെന്നതിനെ നോക്കണം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഒരു ക്വാർട്ടർ പ്രോഫിറ്റാണ് അവിടെ ഇല്ലാതായിരിക്കുന്നത്. ഒരു ക്വാർട്ടർ പ്രോഫിറ്റ് 470 കോടി രൂപ അങ്ങനെ ഔട്ട് ഇന്ന്. ഇൻഫാക്ട് ഒരു ക്വാർട്ടർ പ്ലസ് 15 ഡേയ്സ് 20 ഡേയ്സ് പ്രോഫിറ്റാണ് ഔട്ടായിരിക്കുന്നു. മാർക്കറ്റിനെ തുടർന്ന് ഉടനെ ഒരു 10% അടിച്ചു. ഉടനെ തുറന്നു പിന്നെ ഒരു 5% അടിച്ചു. തിരികെ ഓപ്പൺ ചെയ്തു 5% അടിച്ചായിരുന്നു. മാർക്കറ്റിൽ നിന്ന് എഗെയിൻ പതിയെ കയറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വന്നിട്ട് വാറൻ ബഫറ്റിൻ്റെ അമേരിക്കൻ എക്സ്പ്രസ് സാലഡ് ഓയിൽ ഡീൽ പോലെ
എനിക്ക് ഓർമ്മ വന്നു. അമേരിക്കൻ എക്സ്പ്രസ്സിൽ സാലഡ് ഓയിൽ കോൺട്രവേഴ്സി എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ. വാറൻ ബഫറ്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ ബാങ്ക് പറ്റിക്കാൻ പറ്റും, ദിവാലാകുമോ എന്ന ഒരു പേടിയിരുന്നു. വൈദ്യനാഥൻ ഇവിടെ വന്ന് പറഞ്ഞൊരു ദിവാലാകത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബുക്ക് വാല്യൂൻ്റെ താളെ പോകാൻ്റെ ചാൻസ് ഒരുപാട് ഇരിക്കുന്നു. പോലത്തെ ക്രൈസിസ് കൺസിഡർ ചെയ്യേണ്ട ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഹോക്കി എടുക്കാം. നമ്മൾ 27 കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ കുറച്ച് കൺസിഡർ ചെയ്യാം, നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടും. പോലത്തെ ചാൻസുകളൊക്കെ വളരെ കുറവായിട്ട് തന്നെ മാർക്കറ്റിലെത്തും. എല്ലാം വന്നിട്ട് ഒരു 1.4% ഡൗൺ ആണ്. അല്ലാതെ നോക്കുവാണെങ്കിൽ ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ കയറിയിരിക്കുന്നു. ഫൈനാൻസ് റീബൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഗമയിൽ കയറിയിരിക്കുന്നു. ഇൻഫോസിസ് അടിയാണ്. കർണാടക ബാങ്ക് ഒരുമാതിരി കയറിയിരിക്കുന്നു. മാത്രമല്ല എല്ലാ IT കമ്പനീസും അടിയാണ്. ഫ്രീസിൽ നിന്ന് അവരെന്ത് ചെയ്തിരിക്കുന്നതെന്നാൽ ലോങ് ടേമിൽ ഇന്ത്യയുടെ ഒപ്പം IT കമ്പനീസൊക്കെ കുറച്ച് കഷ്ടപ്പെടും എന്ന് പറഞ്ഞ കാരണം അതിനായിട്ട് അടിയെന്ന് അടിച്ചിരിക്കുന്നു. FC ന്യൂസിനെ കുറിച്ച് ഞാൻ ഫുൾ ന്യൂസ് തന്നായിരുന്നു. ഓൾ ഇന്ത്യ റാലി ഇന്നും കുറച്ച് എക്സ്റ്റെൻഡ് ആവും എന്ന് ഫീൽ ചെയ്യുന്നു. ഇടുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് പ്രൈസ് ഇൻക്രീസ് ആവും. പക്ഷേ അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇന്നും വിൻ്റർ ആകാതെ തന്നെ ഇരിക്കുന്നു. മാർച്ച് 1 ശേഷം തന്നെ അത് കയറേണ്ട ചാൻസസ് വളരെ കൂടുതലിരിക്കുന്നു. വെള്ളിനെ വിശ്വസിക്കേണ്ട, അകപ്പെടുവാണെങ്കിൽ വളരെ നഷ്ടമാണ് നമുക്ക്. ടാറ്റ പഞ്ച് EV ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഹേസ് ലിഫ്റ്റിൻ്റെ ഒപ്പം ആദ്യത്തെ പെർഫോമൻസിന് കോപ്പി അടിച്ച് വരും. ബാറ്ററി ആസ് എ സർവീസ് തൈ നമ്പറും ബാറ്ററിയും ചേർത്ത് ഒന്ന് കൊടുത്തിരിക്കുന്നു. 6.69 എന്തോ കോസ്റ്റാണ്. ബാറ്ററി കൂടെ ചേക്കുവാണെങ്കിൽ നിയർലി 10 lakhs ആണ് വരുന്നു. ഇപ്പോൾ ഇവരും JSWയുടെ ഒപ്പം ചേർന്ന് കോമ്പറ്റീറ്റ് ചെയ്യുന്നു. ലോ കാസ്റ്റ് പുഷ് കൊണ്ടുപോകുന്നു. ഇത് ഡെഫിനറ്റായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് അവർ ഫീൽ ചെയ്യുന്നു. എന്ത് പറയുന്നു എന്നാൽ 8 to 9% ലോങ് ടേം ഗ്രോത്ത് QVയിൽ ഇരിക്കുമെന്ന് പറയുന്നു. ഫ്രീ ഇലക്ട്രിസിറ്റി വെഹിക്കിൾസിൽ ഇരിക്കുമെന്ന് പറയുന്നു. റെഡ്ഡിക്കാർ എന്ത് പറയുന്നു എന്നാൽ സിമിലർലി ഒരുപാട് നിങ്ങളെ കാശ് ഇട്ടിരിക്കുന്നു, ലോങ് ടേമിൽ അത് ബെനിഫിറ്റ് വരും. ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ ഇപ്പോൾ 90 വയസ്സ് അപ്പൂപ്പന് 100 വർഷ പോളിസി വിറ്റു അല്ലേ സെക്ടർ ബാങ്ക് അമ്മയുടെ അടിയിൽ ഇരിക്കുന്നത്. കാരണം RBI ക്രോസ് നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ടഫ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു വെൽക്കം ഡിസിഷനാണ്. ടേമിൽ ഇത് ബാങ്കിനെ ക്ലീൻ ചെയ്യുമെന്ന് ബാങ്കുകാരൊക്കെ ജാലറായിട്ടിരിക്കുന്നു. സെൻട്രൽ ബാങ്കിനെ പോലെ HDFC ബാങ്ക് നമുക്കൊരു ഒരുപാട് ചാൻസ് തന്നിരിക്കുന്നു. സിയിൽ എന്ത് പറയുന്നു വെച്ചാൽ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയലായിട്ട് നോളജ് ഇരുന്നു, ഞങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നു. ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണം പ്ലേ ചിപ്പിൽ ഞങ്ങൾ റേഡിയേറ്റ് ചെയ്യാൻ റെഡിയായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ 25% മാർക്കറ്റ് ഷെയറിനെ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നു. ശേഷം എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ വന്നിട്ട് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് കുറയ്ക്കണമെന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നു എന്നാണ് പറയുന്നത്. കാരണം RBI വന്നിട്ട് കാശ് കൊടുക്കണതിനെ കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നു. റോട്ടിൽ വരുന്നവരൊക്കെ ബെറ്റ് കിട്ടാൻ പറ്റൂല എന്നാണ് ക്ലിയർ ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ US-ഉം യൂറോപ്യൻ യൂണിയനും ഒരു അഗ്രിമെൻറ്റ് കണ്ടിന്യൂ ആവും. ചുമ്മാ ഡെയിലി ഒരു ടാരിഫ് കൊടുത്തിട്ടിരിക്കുവാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നു. മാർക്കറ്റ് ഇന്ന് രാവിലെ 172 പോയിന്റ് പ്ലസ്സിലാണ് ഓപ്പൺ ആയത്. മുകളിൽ കയറുന്നു, മാർക്കറ്റിന് എന്തോ കാര്യം അറിയുന്നു എന്ന് വിചാരിച്ചു. ഇയാൾ കുറച്ച് നേരത്തിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവായി. ഇന്ന് കാറ്റ് വെളിയിൽ പോകുന്നത് പോലെ കുറച്ചായിട്ട് ഇറങ്ങി. സംസാരിക്കുമ്പോൾ 85 പോയിന്റ് പ്ലസ്സിൽ ട്രേഡ് ആയിക്കൊണ്ടിരുന്നു. നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ന്യൂസ് എന്ന് നോക്കിയപ്പോൾ ഇത് ചെയ്തത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടിരുന്നു. പക്ഷേ നമ്മൾ IT സ്റ്റോക്കിനെയും അതും അല്ലാതെ നമ്മളെ ഫാർമ സ്റ്റോക്കിനെയും 1-2 എന്ന് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ ഡോളർ ഡിപ്പെൻഡൻ്റ് ആണ്. എങ്ങനെയെങ്കിലും അവർ എക്സ്പോർട്ട് ചെയ്യും. ജെംസ് ആൻഡ് ജ്വല്ലറിനെ കുറിച്ച് സൈലൻ്റ് ആയിരിക്കുന്നെങ്കിൽ 0% ടാരിഫിൽ ഇരിക്കുന്ന എണ്ണം നോക്കണം. ഈ HSI കോഡൊക്കെ ക്ലിയറായി പഠിച്ചറിയാൻ ഇന്നും 2-3 ട്രേഡിംഗ് സെഷൻ ആവശ്യപ്പെടും. ഹെറ്റിങ്ങിന് അൺസ്റ്റേബിളായി തന്നെ ഇരിക്കും. ട്രേഡിങ്ങിന് തന്നെ ആവശ്യമുണ്ടാന്ന് എനിക്ക് പറയാൻ അറിയുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഒരുപടി ഈ 150,000 തന്നെ ഒക്കെ വാലിഡ് 50 ദിവസം കഴിഞ്ഞ് തിരികെ അത് കോൺഗ്രസിൻ്റെ അടുത്ത് പോകണം. പ്ലസ് ഈ ബൈപൂളിൻ്റെ അടുത്ത് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കോൺഗ്രസ് ആയിട്ട് അവർ തോക്കും. ഓവറോൾ ന്യൂസ് ഇത് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതിൽ ഫൗണ്ടേഷൻ വളരെ ക്ലിയർ ആയിരിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനും ക്ലിയർ ആയിട്ടിരിക്കുന്നു. പ്രസി പ്രിവെയിൽ ആകുമെന്ന് പറയാൻ കാരണം ഈജിപ്തിലോ മാസ്കോയിലോ ഡൽഹിയിലോ സുപ്രീം കോർട്ട് വന്ന് ഇത്രയും ധൈര്യമായിട്ട് റൂളിംഗ് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന മുക്കാൽവാശി സമയം അത് കൊടുക്കത്തില്ല. റിയൽ ഡെമോക്രസിയും മറ്റ ഫോംസ് ഓഫ് ഗവൺമെൻറ്റിനും ഇരിക്കുന്ന വ്യത്യാസം
നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.